മഹാനടനായിട്ടുള്ള മലയാളത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ഞങ്ങളുടെ കൗമാര യൗവനങ്ങളിലെ നായകൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ മലയാളത്തിൽ നമുക്ക് 100-ലധികം മെഗാ ഹിറ്റുകൾ സമ്മാനിച്ച ഗുരുസ്ഥാനീയനായ ഗുരുനാഥൻ തന്നെയായിട്ടുള്ള ചന്ദ്രകുമാർ സാർ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്. ചന്ദ്രകുമാർ സാർ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലച്ചിത്രങ്ങളിലും ജീവിതം വളരെ അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ മനോഹരമായ ദിവസം ഞങ്ങളുടെ ഒരു പരിപാടി അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സംഗീത സംഘടനയുടെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ചന്ദ്രകുമാർ സാർ നടൻ ജയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളതാണ് സാറ്. എൻ്റെ വീട്ടിനടുത്ത് നെടുപുഴ പോളിടെക്നിക്കിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ പോയി ക്ലാസ് കെട്ടി ഒളിഞ്ഞിരിക്കുകയും ഷൂട്ടിങ്ങിനിടയ്ക്ക് എന്നെ കണ്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുകയും പയ്യൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ 10ാം ക്ലാസ്സിലാണ്. ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഒരിക്കലും ക്ലാസ് കട്ട് ചെയ്യരുത്. നിങ്ങളെല്ലാം നാളത്തെ നല്ല കുട്ടികളാവേണ്ടത്. എൻ്റെ ഉപദേശം ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നോട് അദ്ദേഹം. ഞാനൊരു നടനെ അവതരിപ്പിക്കുന്നത് അവരെ ചെറുതാക്കാനില്ല, ഞാൻ അഭിമാനത്തോടു കൂടിയാണ് അവതരിപ്പിക്കുക. കാരണം ഞാൻ തച്ചോളി 9 സിനിമ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നും കേൾക്കുന്ന ഒരു പാട്ടുണ്ട് കൽപ്പനാസൗധത്തിൽ മുറ്റത്ത് കാമൻ പുഷ്പദാനങ്ങൾ നിരത്തി. അപ്പോ എന്തായാലും ആ മഹാനായ നടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയ പ്രണാമം. അതോടൊപ്പം തന്നെ കുറേ കാലമായിട്ട് കണ്ടിച്ച് ചന്ദ്രേട്ടനെ, ഈ ചന്ദ്രകുമാർ എന്ന ഏറ്റവും മലയാളത്തിലെ ഹിറ്റ് മേക്കറായ ഈ മഹാനായ കലാകാരനോടൊപ്പം ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ സന്തോഷം. ഗുരുത്വത്തോടെ അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് നടൻ ജയൻ എന്ന മഹാനടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ എന്താ പറയേണ്ടത്, ഒരു പിടി വാടാമലരുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടിക്ക് പോവാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും വരാം കേട്ടോ. സന്തോഷം. താങ്ക് യു സോ മച്ച്.